നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നായിരിക്കും അല്ലേ. ഇന്ന് എൻ്റെ കയ്യിലൊരു ബോട്ടിൽ ഇരിപ്പുണ്ട്. അത് പെയിൻറ്റ് ചെയ്തൊരു ബോട്ടിൽ. ഇത് ഹോർലിക്സ് കുപ്പിയാണ്. ഹോർലിക്സ് കുപ്പി എന്തായാലും വീട്ടിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചേക്കുക. അത് ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഉരുണ്ട ബോട്ടിൽ എടുക്കുക. ഉരുണ്ട ബോട്ടിൽ അല്ലെങ്കിൽ അച്ചാറിൻ്റെ കുപ്പി ഒക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് അതിലാണ് നമ്മൾ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഹോർലിക്സ് കുപ്പി കഴുകി വൃത്തിയാക്കി വെച്ചത് ഞാനിവിടെ ഒരു വൈറ്റും ബ്ലൂവും കൂടെ ചേർത്ത് ഒരു മിക്സ് ചെയ്യുക. വൈറ്റ് കളറും ബ്ലൂ കളർ പെയിൻറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് വരും. അത് ഒരു 2 കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ബോട്ടിൽ. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. പെയിൻറ്റ് ഞാൻ എടുത്തു പറയുന്നത് ഫെവിഗ്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റും ബ്ലൂവും കൂടെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക ബോട്ടിൽ. എന്നിട്ട് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ, പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പരാതി അതാണ്, പൊളിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് 2 കോട്ട്, ഓരോ കോട്ടും കുറച്ച് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത കോട്ട് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ വരയ്ക്കാനോ പെയിൻറ്റ് ചെയ്യാനോ തുടങ്ങാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത ഈ ബോട്ടിൽ ഈ ഒരു പിക്ചർ വരച്ചു കൊടുക്കാൻ പോവാണ്. ഈ പിക്ചർ കിട്ടിയിരിക്കുന്നത് ഗൂഗിളിൽ നമ്മൾ ക്യൂട്ട് ബേബീസ്, ക്യൂട്ട് ഗേൾ, പ്രിൻസസ്, കാർട്ടൂൺ ഇമേജസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ പിക്ചേഴ്സ് കിട്ടും. ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നോക്കി വരയ്ക്കണമെങ്കിൽ മൊബൈലിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ നോക്കി വരയ്ക്കണം. ഇപ്പം ഞാൻ ഇതിൽ ഒരു കാര്യം പറയാം. നമുക്ക് പെൻസിൽ നന്നായിട്ട് ഷാർപ്പ് ചെയ്തതിന് ശേഷം ഈ പിക്ചറിൻ്റെ മുകളിലൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചർ പതിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എഴുതാൻ അറിയാത്തവർക്കും പിക്ചർ വരയ്ക്കാൻ അറിയാത്തവർക്കും എന്തായാലും കാർബൺ പേപ്പർ കൊണ്ട് ട്രേസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഈ പിക്ചർ നന്നായിട്ട് കളർ ചെയ്തെടുക്കണം. കളർ ചെയ്തെടുക്കാനായിട്ട് വരയ്ക്കാനും കളർ ചെയ്യാനും എടുക്കുന്ന 0 സൈസ് ബ്രഷ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചെറിയ പിക്ചേഴ്സാണ് ഇതൊക്കെ അത് ഔട്ട്ലൈനൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് 0 സൈസ് ബ്രഷ് ആയിരിക്കും. പിന്നെ ഫെവിഗ്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രിൻ്റ് ഞാൻ കളർ പ്രിൻ്റ് അല്ല എടുത്തിരിക്കുന്നത്, ഇതൊരു സാധാ പ്രിൻ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സുന്ദരി കുട്ടി വരച്ച് കഴിഞ്ഞു, ഒരു സുന്ദരി ബേബി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സുന്ദരി ബേബി. അപ്പോൾ എൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതൊക്കെ മാറ്റാം. അപ്പോൾ ഇത് മാത്രം പോരാ, നമുക്ക് ആ ബോട്ടിൽ കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് ഒരു ഇത്തിരി മിനുക്ക് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ചുന്ദരിക്കുട്ടിക്ക് നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈ അടുത്ത് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു 3 ബട്ടർഫ്ലൈ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ മാത്രമുള്ള ഫ്ലവേഴ്സ് വരയ്ക്കാം, എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. അപ്പോൾ അതിന് കൂടാതെ ഞാനിവിടെ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുപ്പി മൊത്തത്തിൽ കുറച്ച് ഹാർട്ടുകൾ വരച്ചു കൊടുക്കുമ്പോൾ കുപ്പിയിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാകും. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ 0 സൈസ് ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നത് ഇത് വരയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് 2 എണ്ണം ഉണ്ടെങ്കിൽ മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പിക്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സുന്ദരിക്കുട്ടിയായി, ബട്ടർഫ്ലൈ ആയി. അപ്പോൾ കുപ്പി നല്ല ഭംഗിയായില്ലേ. ഹോർലിക്സ് കുപ്പി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നമുക്കൊരു റിബൺ കെട്ടിക്കൊടുത്താലോ. അപ്പോൾ നമ്മൾ
ചരട് കെട്ടാൻ പോവാണ്. ഇത് ഞാനിവിടെ ഒരു ഡബിൾ കളർ ചരട് എടുത്തിരിക്കുന്ന റിബണോ ത്രെഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഫെവിക്കോൾ ഒന്നും ചെയ്തിട്ടില്ല, ഒട്ടിക്കാതെ തന്നെ വെറുതെ ചുറ്റിയിട്ട് ബോ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ഹോർലിക്സ് ഉപ്പിലെ പരിപാടി? അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ.